തമിഴ്നാട്ടിലെ വനം വകുപ്പിന്റെ വാഹനത്തിനു നേരെയാണ് കാട്ടാന അക്രമാസക്തനായി പാഞ്ഞെടുത്ത് കുത്തിമറിച്ചിട്ടത്. ഗുഡലൂർ പന്തലൂർ മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയുള്ള ആനശല്യത്തിൽ ഭയന്നിരിക്കുകയാണ് നാട്ടുകാർ. ദിവസങ്ങൾക്ക് മുമ്പ് നിലയ്ക്കോട്ടെ ഭാഗത്ത് ഇരുചക്ര വാഹനയാത്രികനെ ഓടിച്ച കാട്ടാന മറ്റൊരു കാറും തകർത്തിരുന്നു. കാട്ടാനയുടെ സഞ്ചാരപാതയും നീക്കവും വനംവകുപ്പ് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പന്തല്ലൂരിനടുത്ത് തൊണ്ടിയലം ഭാഗത്ത് കണ്ട കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയപ്പോഴാണ് ആനയുടെ ആക്രമണമുണ്ടായത്. വനംവകുപ്പ് വാഹനത്തെ പിന്തുടർന്നെത്തിയ കാട്ടാന പെട്ടെന്ന് വാഹനത്തിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്നവർ ഭയന്ന് വാഹനം പിന്നിലേക്ക് ഓടിച്ചു. മുന്നിൽ നിന്നും വാഹനത്തിനു നേരെ ആക്രമണം നടത്തിയ കാട്ടാന തുടർന്ന് വാഹനം കുത്തിമറിച്ചിടുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ആളുകൾ നിലവിളിച്ച് കാട്ടുകൊമ്പനെ തുരത്തിയതിനു ശേഷമാണ് തലകീഴായി മറിഞ്ഞ വാഹനം ഉയർത്തിയത്. വനം വകുപ്പിന്റെ വാഹനം കാട്ടുകൊമ്പൻ ആക്രമിച്ച് മറിച്ചിടുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഞാൻ പറഞ്ഞ റിവേഴ്സ് വരുന്നത് കറക്റ്റായിട്ട് ഓട്ട് വണ്ടി. ரொம்ப பொறுமையா போன் எடுத்து கிளாஸ் ஏற்றா உள்ளேட்டா கிளாஸ் ஏற்றி உள்ளேட்டா உள்ளேட்டா கிளாஸ் ஏற்றிருக்கலாம் உள்ளேட்டா ഫോറസ്റ്റ് വണ്ടി ആരെ തള്ളിയിട്ട് നിർത്തല്. ഓരോ ഡ്രൈവറാക്കിയിട്ട് മുന്നിൽ നിന്ന് മാറിക്കോളി. സൈഡ് മതി ഫ്ലാസ്ക് ആർക്കാണ് ഫ്ലാസ്കൊക്കെ ഉണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.